പ്രദീപാണ് ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനൊക്കെ? കുട്ടികൾ ഈ മട്ടിൽ പോകുന്നതിനെ നമുക്ക് എന്തായാലും നിരോധിക്കാൻ കഴിയില്ല. ആ കുട്ടികളെ ബോധവൽക്കരിക്കാൻ അതിനുവേണ്ടിയുള്ള ചില നിയന്ത്രണങ്ങൾ, അതിനപ്പുറത്തേക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയില്ല, അതൊന്നും പ്രായോഗികമല്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് കഴിച്ചിട്ട് ഇറക്കാൻ വേല മധുരത്തിന് ഉപ്പാൻ പറ്റാത്ത അവസ്ഥയായി. നിർത്തി കഴിഞ്ഞാൽ പിള്ളേർക്ക് പ്രാന്ത് പിടിക്കും. വണ്ടി ചാരാൻ നിരോധിച്ചോലിരിക്കും, വാർണിഷ് എടുത്ത് പിടിച്ചോലെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടേ പിള്ളേർക്ക് ഇത് കാണാതിരിക്കാൻ മേലാത്ത അവസ്ഥയായി. ഇത് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് അല്ല നിരോധിക്കേണ്ടത്, അതായത് നിയന്ത്രണത്തിൽ വെക്കേണ്ടത്. കേരള സർക്കാർ വെച്ച് നടക്കുമോ? ഇത് രണ്ട് നിയമങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ ഒരു ചട്ടം കൊണ്ടുവന്നത്, അത് AI ഉപയോഗിച്ചുകൊണ്ട്, ഡീഫേക്ക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ, ഇമേജുകൾ, ശബ്ദം ഇതൊക്കെ വരുന്നെങ്കിൽ അതിന് AI ലേബൽ കൊടുക്കണം. അതോടൊപ്പം തന്നെ അത് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ അത് നീക്കം ചെയ്യണം. അതങ്ങനെ കുറേ അതിൻ്റെ നിയന്ത്രണം കൊണ്ടുവരുന്നൊരു ചട്ടമാണ്. ചില AI ഏതാണ്, ഒറിജിനൽ ഏതാണ്, AI ഏതെന്ന് അറിയാൻ ജനത്തിന് അവകാശമുണ്ട്. അതിനുവേണ്ടിയുള്ളതാണ് കേരള സർക്കാർ കൊണ്ടുവരുന്നത്. കുട്ടികളെ ഈ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാം, അതിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അത് നിയന്ത്രിക്കായിരിക്കും നല്ലത്. കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ലാണ്ട് വരും. നിയന്ത്രിക്കായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് പിള്ളേരെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതാണ് അത് നിർത്തായിരിക്കും നല്ലത്. കൂടുതൽ പുരോഗമനം ഈ കാര്യത്തിൽ ഇല്ലാണ്ടിരിക്കല്ലേ കുട്ടികളുടെ കാര്യത്തിൽ. ശരി, ഓക്കെ. ശ്രീ ഹരിദാസ് ആണ് പാലക്കാട് നിന്ന്. ശ്രീ ഹരിദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കാലത്ത് നമുക്ക് മാറി നിൽക്കാനുമാവില്ല, ഈ കുഴിയിലേക്ക് നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കാനുമാവില്ല. എങ്ങനെ ഇത് പരിഹരിക്കാൻ കഴിയും? സാർ, ഇത് മൊത്തത്തിൽ പറയുന്നത് ഈ AI എന്നൊക്കെ പറഞ്ഞത് ഒരുതരം തട്ടിപ്പ് മാതിരിയാണ്. തട്ടിപ്പൊന്നും അല്ല ശ്രീ ഹരിദാസ്. അതായത് ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കുമ്പോൾ, മറ്റേ ഇത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പൂരികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഈ ബാങ്കില് മറ്റേ പണം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒരു തട്ടിപ്പായിട്ട് നമ്മൾ ഓരോ കാലത്തെയും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിയുള്ള കള്ളന്മാർ അത് തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് എന്ന് കരുതി ആ ടെക്നോളജി തട്ടിപ്പാണെന്ന് പറയുന്നത് ശരിയില്ല. ആ ടെക്നോളജി രാജ്യത്തിനും ലോകത്തിനും ആവശ്യമാണ്. ലോകത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അതുകൊണ്ട് ആ ടെക്നോളജി അല്ല നമ്മൾ തള്ളി പറയേണ്ടത്, ടെക്നോളജിയെ തെറ്റായി ഉപയോഗിക്കുന്നതിനെയാണ്. അത് ഉപയോഗിക്കുന്നത് പറയുന്നത് ഉപയോഗിക്കുമ്പോൾ ഇത് അനാവശ്യമില്ലാതൊക്കെ വരുന്നത്. പല തട്ടിപ്പുകളും, പല ഈ മറ്റേ ആത്മഹത്യ, ഇതിപ്പോ ഈ സമീപകാലത്ത് ഒരു ആത്മഹത്യ നടന്നല്ലോ, ഒരു കൊല. ഇതമാതിരിയൊക്കെ ഒരു ആൾക്കാരെ കബളിപ്പിക്കുന്ന ഒരു സംവിധാനമല്ല ഇത്. ശ്രീ ഹരിദാസ്, നമ്മളെപ്പോഴും ഏറ്റവും പ്രാഥമികമായി പണ്ട് മുതലേ പറയുന്ന ഒരു ഉദാഹരണമാണ്, കറിക്കരിയുന്ന കത്തി കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ കുത്തി കൊല്ലാനും ഉപയോഗിക്കുന്നത്. അത് കുത്തി കൊല്ലാനും ഉപയോഗിക്കണോ കറിക്കരിയാനും ഉപയോഗിക്കണോ എന്നുള്ളത് ആണ് പ്രധാനം. അതാണ് പഠിക്കേണ്ടത്. അല്ലാതെ നമുക്ക് കത്തി നിരോധിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഈ ഏത് സാങ്കേതികവിദ്യയായാലും അതൊന്നും നിരോധിക്കാനും ആ സാങ്കേതികവിദ്യക്കല്ല കുഴപ്പം, അത് ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളാണ്. ശ്രീ ജോസ് ആണ് വല്ലാർപ്പാടത്ത് നിന്ന് വിളിക്കുന്നത്. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ചാല് കണ്ടപ്പോ പ്രതീക്ഷിക്കുന്നുള്ളൂ. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു കുട്ടികളിലെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗം അത് നിയന്ത്രിക്കാൻ സർക്കാർ ആലോചിക്കുന്നു. എങ്ങനെ പിള്ളേർക്ക് അത്യാവശ്യം വേണം, അത് കഴിഞ്ഞ പിന്നെ അത് അലമ്പല്ലേ. അതെങ്ങനെ കഴിയുമെന്നുള്ളതാണ് പ്രശ്നം. അത് തന്നെ ഞാൻ അതേ മൊബൈലിൽ ഇപ്പൊ കണ്ടിരിക്കോ. ശ്രീ ജോസ്, കാണോ ജോസിന് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ വിളിച്ച് പറയൂ. നമ്മുടെ ഈ വേദി തന്നെ അതിനു വേണ്ടിയുള്ളതാണ്. പൊതുജനങ്ങൾക്ക് പല വിഷയങ്ങളിലും അഭിപ്രായങ്ങൾ കാണും. സാധാരണ ചാനലുകളിൽ വിദഗ്ധരെന്ന് പറഞ്ഞ ചില ആളുകളോ അല്ലെങ്കിൽ അവതാരകരോ ഒക്കെ അവരുടെ അഭിപ്രായം പറയും. അല്ല, പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ ഒരിക്കലും അവസരമില്ല. നമ്മൾ അവർക്ക് അവസരത്തിന് വേണ്ടിയാണ് ഇത് നടത്തുന്നത്. ശ്രീ സുഭാഷ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുഭാഷ്, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? അല്ല, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ തന്നെ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഈ മാനസികാവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ശരിക്കും സർക്കാർ പുതിയ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിച്ച് അതുവഴി ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ, അതിന് ഇഷ്ടംപോലെ എഞ്ചിനീയേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന്റെ നിരവധി ആൾക്കാരാണ് പ്രഗത്ഭരായിട്ടുള്ള ചെറുപ്പക്കാർ നടക്കുന്നത്. ഒരു ഗ്രൂപ്പിനെ അങ്ങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ കുട്ടികളെയും നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും, ഇതൊക്കെ അവസാനിപ്പിക്കാനും പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ശരി, അത്തരം ചില സോഫ്റ്റ്വെയറുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ നിശ്ചയ പ്രായത്തിനപ്പുറത്തേക്കുള്ള സാധനങ്ങൾ അവരുടെ മൊബൈലിൽ എത്താതിരിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.